ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ സ്നാക്ക് റെസിപ്പി എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരേപോലെ ഉണ്ടാക്കാൻ അറിയുന്ന ഒരു സ്നാക്ക് തന്നെയാണ്. പക്ഷെ അത് നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള ഒരു രീതിയിലാണ് നമ്മളത് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കഴിച്ച് നോക്കുമ്പം ഇതൊരു സ്പെഷ്യൽ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാവും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഇഫ്താർ സ്നാക്കിലേക്ക് പോവാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഇഫ്താർ സ്നാക്ക് റെസിപ്പിയിലേക്ക് പോവാം. ചിക്കൻ പക്കോട ചാട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു ബൗളെടുത്തിട്ട് നമുക്ക് ഒരു വലിയ സവോള നല്ല കനം കുറച്ച് അരിഞ്ഞത് എടുക്കാം. പിന്നെ അതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് ചേർക്കുന്നത്. പിന്നെ കുറേ സ്പൈസസ് ഒന്നും ചേർക്കുന്നില്ല കേട്ടോ അതിലേക്ക്. ഇനി ചിക്കന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പും ചേർത്തിട്ട് വേവിച്ചതാണ്. അത് ചെറുതായിട്ട് കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു നുള്ളു ഉപ്പ് ചേർത്തിട്ടേ ഉള്ളൂ, കാരണം ചിക്കനിലും ഉപ്പുണ്ടാകും. അപ്പോൾ അതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഞാൻ പച്ചമുളകോ എരിവിനായിട്ടൊന്നും ചേർക്കുന്നില്ല, അത് ഞാൻ ലാസ്റ്റ് കാണിക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കടലമാവ് ചേർത്ത് കൊടുക്കുക. ഒരു കപ്പ് കടലമാവ് ഞാൻ ആദ്യം ചേർക്കുന്നുണ്ട്. നമുക്ക് മിക്സ് ചെയ്ത് നോക്കണം, എന്നിട്ട് വേണം ബാക്കി ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട്, ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് തിക്കായിട്ടുള്ളൊരു ബാറ്ററാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ലൂസായി പോകും. അപ്പോൾ നമ്മൾ വിചാരിച്ചൊരു പരുവം ആവില്ല. അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുക്കുക. കൈകൊണ്ട് നല്ലോണം പ്രസ് ചെയ്തിട്ട് വേണം കുഴയ്ക്കാൻ. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ കടലമാവ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 1.5 കപ്പോളം കടലമാവ് ചേർത്തിട്ടുണ്ടാവും. അപ്പോൾ നല്ലോണം പ്രസ് ചെയ്തിട്ട് കുഴച്ചെടുക്കുക. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ സാധാരണ ഈ പക്കോടൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് നേരം കുഴച്ചിട്ട് മാറ്റി വയ്ക്കുകയൊക്കെ ചെയ്യും, അതൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇതൊന്നും ചെയ്യുന്നില്ല, നേരിട്ട് നമ്മളത് ഫ്രൈ ചെയ്തെടുക്കുവാണ്. അപ്പോൾ ഒരു ചീനച്ചട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ എണ്ണയുടെ ചൂട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ. നമ്മൾ പക്കോടൊക്കെ ഉണ്ടാക്കുമ്പം എണ്ണ ചൂടില്ലെങ്കിൽ പിന്നെ പക്കോട നന്നായി കിട്ടില്ല. അപ്പോൾ ഇതിപ്പോൾ എണ്ണ ചൂടായിട്ടില്ല. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ നേരം എണ്ണ ചൂടാൻ വെക്കുന്നുണ്ട്. അപ്പോഴേക്കും നമുക്കിതിലേക്കുള്ള ഒരു ചട്നിയൊക്കെ റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ഇത് മല്ലിയില, പുതിനയില, 2 പച്ചമുളക്, ചെറിയ പീസ് ഇഞ്ചി, പിന്നെ ചെറുനാരങ്ങയുടെ നീര്, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, വേണമെങ്കിൽ 1 ടീസ്പൂൺ വെള്ളമൊക്കെ മതി. വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ലോണം പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കുക. അപ്പോൾ ഇങ്ങനെ പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവം മതി. പിന്നെ ഇത് അരിപ്പയിലൂടെ അരച്ചെടുക്കൊന്നും വേണ്ട കേട്ടോ, നേരിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളതാണ്. പിന്നെ ഇത് മയനൈസാണ്. ഞാൻ 2 ടേബിൾ സ്പൂൺ മയനൈസ് എടുത്തിട്ടുണ്ട് ഒരു ബൗളിലേക്ക്. എന്നിട്ട് അതിലേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു ടേബിൾ സ്പൂണൊക്കെ മതി കെച്ചപ്പ്. എന്നിട്ട് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കളറിനായിട്ട്. പിന്നെ നമ്മളിതിലേക്ക് സ്പൈസ് പൗഡേഴ്സ് ഒന്നും ചേർത്തിട്ടില്ലല്ലോ പക്കോടയിലേക്ക്. അപ്പോൾ അത് ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ, നമ്മളിപ്പം ഗ്രീൻ ചട്നിയിലേക്കും പച്ചമുളക് ചേർത്തിട്ടുണ്ട്, ഇതിലേക്ക് മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ സ്പൈസ് ഉണ്ടാകും. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അപ്പോഴേക്ക് നമുക്കിത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഓരോ പീസായിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ അവിടെയൊക്കെ പക്കോട ഇതുപോലെ ഇങ്ങനെ കയ്യിലിങ്ങനെ ഒരുപാട് എടുത്തിട്ട് ഇങ്ങനെ നുള്ളി ഇട്ട് കൊടുക്കാറാണ്. അപ്പോൾ നല്ല ക്രിസ്പായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ ഇങ്ങനെ പറ്റുമെങ്കിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഓരോ ബോളായിട്ട് ഇട്ട് കൊടുക്കുക. ബോളാകുമ്പോൾ ചെറിയ ബോളാക്കുക കേട്ടോ, അല്ലെങ്കിൽ മാവ് ഭയങ്കര എന്താ പറയുക സോഫ്റ്റ് ആവും. നമുക്കിതിലേക്ക് നല്ല ക്രിസ്പായിട്ടാണ് വേണ്ടത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്യാൻ കേട്ടോ. എണ്ണ നല്ലോണം ചൂടായിട്ട് എണ്ണയുടെ ചൂട് കുറയ്ക്കണം, ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെക്കണം, എന്നിട്ട് വേണം ഇത് ഫ്രൈ ചെയ്യാൻ. ഒട്ടും ചൂടില്ലാത്ത എണ്ണയിൽ നമ്മളിത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു വിചാരിച്ചൊരു പരുവം കിട്ടിയില്ല കേട്ടോ. ഞാനിത് കോരി മാറ്റുന്നുണ്ട്. രണ്ടാമത്തെ ബാച്ചും നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരുപാട് കൂട്ടായിട്ട് ഇട്ട് കൊടുക്കരുത്, അങ്ങനെ ആകുമ്പോഴും നമുക്കൊരു ക്രിസ്പിനെസ് വരില്ല ഈ ഒരു പക്കോടക്ക്. നോമ്പ് കാലങ്ങളിൽ നമ്മൾ എല്ലാ വീടുകളിലും ഉണ്ടാക്കുന്ന 1-2 ഐറ്റംസിൽ പെട്ടതാണ് പക്കോടയും അതുപോലെ സമൂസയൊക്കെ, കട്ട്ലേറ്റ്, ഇതൊക്കെ. അപ്പം അത് വെച്ചിട്ടുള്ളൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് ഇന്നത്തെ ഈ ഒരു ഇതിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ.
അപ്പം നമ്മൾ ഇങ്ങനെ വെറുതെ കഴിക്കുന്നതും അതുപോലെ ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന രീതിയിൽ കഴിക്കുന്നതും രണ്ടും ഡിഫറെൻ്റ് ആണ്. രണ്ടും ടേസ്റ്റിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ പറയാം. അപ്പോൾ നല്ലോണം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതും കോരി മാറ്റാം. നല്ല ടേസ്റ്റാണ് ഇതിങ്ങനെ കഴിക്കാൻ കേട്ടോ. ചിക്കൻ പക്കോടൻ്റെ റെസിപ്പി ഞാൻ മുമ്പേ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ ഇത് ഇന്നുണ്ടാക്കിയത്. അപ്പോൾ അതാണ് നമ്മുടെ ചിക്കൻ പക്കോട റെഡി ആയിട്ടുണ്ട്. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ പ്ലേറ്റിൽ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള സോസുകളൊക്കെ ഓരോന്നോരോന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ആദ്യം നമ്മൾ മയണൈസും ടൊമാറ്റോ കെച്ചപ്പും കൂടി ഉള്ള ആ ഒരു സോസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇത് കുറച്ച് മാത്രമേ ഒഴിക്കുന്നുള്ളൂ. കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ ഇഫ്താർ സമയം ആവുന്നേ ഉള്ളൂ. അപ്പോൾ കുറേ നേരം ഈ സോസ് ഇങ്ങനെ ഒഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര സോഫ്റ്റ് ആവും. അപ്പോൾ നമ്മളിത് പക്കോട റെഡിയാക്കി വെക്കുക, എന്നിട്ട് ഇഫ്താറിൻ്റെ സമയത്ത് മാത്രം ഇത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മുടെ ഗ്രീൻ ചട്നിയും ഒഴിച്ചു കൊടുക്കുക. പിന്നെ കുറച്ച് സവോള കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ക്യാപ്സിക്കം, ഞാനിപ്പോൾ ഒരു റെഡ് കളറാണ് എടുത്തിട്ടുള്ളത്. ഒരു കാണാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രം എടുത്തതാണ്. അതൊന്ന് ഇട്ട് കൊടുക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ കഴിക്കാൻ നേരം കുറച്ച് ചെറുനാരങ്ങയുടെ നീരും കൂടി പിഴിഞ്ഞൊഴിച്ചിട്ട് കഴിക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ്, അടിപൊളിയാണ്. അപ്പോൾ ഇത് കഴിക്കാൻ നേരം കുറച്ചുകൂടി ക്രീമി ആയിട്ട് വേണം കേട്ടോ. മുകളിൽ കുറച്ചുകൂടി ക്രീമൊക്കെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ തന്നെ ഞാൻ ഫോട്ടോ ഒക്കെ എടുത്ത് വരുമ്പോൾ തന്നെ ഇത് ഭയങ്കര സോഫ്റ്റ് ആകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രം ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക. നല്ല ടേസ്റ്റാണ് അങ്ങനെ സ്പൂൺ കൊണ്ട് കോരി കഴിക്കാൻ. നമ്മൾ ഓരോ പക്കോട എടുത്തിട്ട് ഈ സോസിൽ മുക്കി കഴിക്കുന്നതിലും ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ കഴിക്കാൻ. നമ്മൾ ചിക്കൻ ഡൈനാമൈറ്റൊക്കെ സെർവ് ചെയ്യുമല്ലോ, എല്ലാം കൂടി സോസിലെല്ലാം കൂടി ചിക്കനൊക്കെ മിക്സ് ചെയ്തിട്ട്, അതേപോലെ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എനിക്ക് എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക് യു.